ഇന്ദുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിന് മുന്നേ വന്നിട്ടുള്ള കമൻറ്റാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും വേറെ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ റിപ്ലൈ എഴുതി കൊടുത്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ. ഷോർട്ടിൽ എങ്ങനെയാണ് ഞാൻ എഴുതി ഉണ്ടാക്കുന്നത് എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഷോർട്ടാണ് ചെയ്യുന്നത്, മോട്ടിവേഷനായിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിൽ എങ്ങനെയാണ് എഴുതുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇന്നൊന്ന് ചെക്ക് ചെയ്യാം. അത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അത് കാണിക്കാം. ആ ഒരു ടൈമിൽ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. വ്ളോഗിന് കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് ഞാൻ നാളെ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ഓരോ ദിവസം ഇടവിട്ടിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വ്ളോഗ് കാണുന്ന കൂട്ടുകാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തമ്പനയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും എന്താണ് എന്നുള്ളത്. അപ്പോൾ ഓണാക്കിയതിന് ശേഷം സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വ്ളോഗ് കാണാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ആ വ്ളോഗ് ഉള്ള ദിവസം നിങ്ങൾ കാണുക. അല്ല ഇതും കൂടെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. ആദ്യം കൈൻ മാസ്റ്ററിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻഷോട്ടിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻഷോട്ട് എടുത്തിട്ട് വീഡിയോ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് നമുക്കൊരു ഫോട്ടോ എടുക്കാനുണ്ട്. നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ഒരു സീനറി ആണ് എടുത്തിട്ടുള്ളത്, ഒരു തെങ്ങിൻ്റെ ചിത്രം. പിന്നെ നമ്മൾ ഷോർട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ റേഷ്യോ വരുന്നത് 9:16 എന്നാണ് റേഷ്യോ വരുന്നത് ഷോർട്ടിനാണെങ്കിൽ കേട്ടോ. അതെടുത്തതിന് ശേഷം അത് നമുക്ക് സൂം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത്, ഞാൻ പല രീതിയിൽ ചെയ്യുന്നത് 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇതിലെങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് ടി എന്നുള്ളൊരു ചിഹ്നം ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാനുള്ള ഓപ്ഷൻസ് കാണിക്കും കേട്ടോ. പിന്നെ 2A ഡബിൾ എ, ഒരു ക്യാപിറ്റൽ എ സ്മാൾ എ എന്നുള്ളിടത്ത് നമുക്ക് അത് ഏത് രീതിയിൽ, ഏത് ഫോണ്ട്, ഏത് ലെറ്ററാണ് നമുക്ക് വേണ്ടതെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു. നമുക്കത് എഴുതുമ്പോൾ മനസ്സിലാകും കട്ടി കൂട്ടിയിട്ട് വേണോ കട്ടി ഇല്ലാതെ വേണോ എന്നുള്ളതാണ്, ഗ്യാപ്പ് ഇട്ടിട്ട് വേണോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. അങ്ങനെ അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും എവിടേക്കാണ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നീക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കൊരു വേണ്ട സ്ഥലം ഫിക്സ് ചെയ്ത് അവിടെ എഴുതിയെടുക്കാം. ആ ടിക്ക് മാർക്ക് ഇടുന്ന സമയത്ത് അതവിടെ വന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് സെലക്ട് ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ ഇംഗ്ലീഷാണ് എഴുതി കാണിച്ചത്. നമുക്ക് അതുപോലെ മംഗ്ലീഷ് എടുത്തിട്ട് മലയാളം വേണമെങ്കിൽ അതും നമുക്ക് ടൈപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മലയാളം എഴുതുന്ന സമയത്ത് നമുക്കതിൻ്റെ ഫോണ്ട് സൈസിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഇംഗ്ലീഷും മലയാളവും എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് നമ്മൾ എടുക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് അതും കൂടെ ചെക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ അതായതിൽ നമുക്ക് കളറ് എടുക്കാൻ പറ്റും. നമ്മൾ ബോക്സിലുള്ള കളറ് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. ബോക്സിലുള്ള കളറ് സെലക്ട് ചെയ്തതിന് ശേഷം യെല്ലോ കളറാണ് സെലക്ട് ചെയ്തതെങ്കിൽ അതിൽ ഉള്ള ബ്ലാക്ക് ലെറ്റർ നമുക്ക് മാറ്റിയിട്ട് വേറെ കളറ് വേണമെങ്കിൽ അത് നമുക്ക് മുകളിലുള്ള കളറ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളർ അങ്ങനെ മാറി മാറി വരും. ഇത് കണ്ടില്ലേ, അങ്ങനെ മാറി മാറി നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ യെല്ലോ കളർ മാറ്റി ബ്ലാക്ക് ബോക്സിൽ വേറെ കളർ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റിയും മറച്ചും കളർ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്കതിൻ്റെ ഭംഗി നോക്കി എടുക്കാൻ പറ്റും. ഓരോരുത്തർക്കും ഓരോ ചോയ്സ് അനുസരിച്ച് എടുക്കാൻ പറ്റും. പിന്നെ അത് നമുക്ക് വേണ്ട സൈസിലാക്കി കൊടുക്കാം. വലിയതാക്കിയിട്ട് ആ സ്ക്രീന് ഫുള്ളായിട്ട് കൊടുക്കണോ, സ്ക്രീന് ചെറുതാക്കിയിട്ട് കൊടുക്കണോ എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഏത് രീതിയിലാണ് നമുക്കിത് വേണ്ടത് വെച്ചാൽ അതും കൂടെ നമുക്കിതിൽ ആ ഡബിൾ എ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ അതേ നമുക്കിത് ഇവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മലയാളം ഇംഗ്ലീഷ് രണ്ടും കൂടെ വേണമെങ്കിൽ അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കിത് ഫിക്സ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ അത് എഴുതിയതിന് ശേഷം പിന്നെ നമുക്കിതിൽ ചേർക്കാനുള്ളത് ഓരോ എഫക്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് നമ്മൾ യൂട്യൂബിനെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അങ്ങനെ, അതുപോലെ
എന്തെങ്കിലും ലൈറ്റ് എഴുതിയത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും കേട്ടോ. ഓരോന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണോ വേണ്ടേ എന്നുള്ളത് നോക്കാൻ പറ്റും. ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഞാനിതിൽ ഒന്ന് എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹാർട്ട് ചിഹ്നം എടുത്തിട്ട് ഞാൻ അതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഹാർട്ട് ചിഹ്നം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്കിതിൽ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് കേട്ടോ. എഴുതിയത് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനൊന്ന് കാണിക്കാം. അതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽ, വിഷു, ഓണം, അങ്ങനെ ക്രിസ്മസ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിക്ചേഴ്സ് കിട്ടും. ഷേപ്പ് നമുക്ക് പല കളറിലുള്ള ഷേപ്പ് എടുക്കാൻ പറ്റും. അനിമൽസ് നമുക്ക് കുറേ ഇമോജി ഐറ്റംസ് വേണമെങ്കിൽ, അതുപോലെ അനിമൽസിൻ്റെത് വേണമെങ്കിൽ അങ്ങനെ അതും നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാൻ ഒരെണ്ണം കാണിക്കാം എന്താണ് എന്നുള്ളത് കേട്ടോ. ഇതിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ അതവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇതിൽ എഫക്റ്റ് എന്നുള്ളൊരു ഭാഗം കൂടെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സൂം ചെയ്ത് ഇങ്ങനെ വരും. ഒരെണ്ണം സെലക്ട് ചെയ്താൽ പിന്നെ ഒന്നിങ്ങനെ ഇളകി കളിക്കുന്നത് വരും, വട്ടം കറങ്ങിയിട്ടുള്ളത് വരും. അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. അതിനെന്തൊക്കെയാണ് പറയുക എന്നുള്ളത് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് സെലക്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എന്ന് പറയണത്. ഇങ്ങനെ ഇളകുന്നതും അതുപോലെ ഫിൽറ്റർ ഉണ്ട്, കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നോർമൽ കളർ കൊടുക്കാൻ പറ്റും, ലൈറ്റ് ആയിട്ടുള്ളത്, ഡാർക്ക് ആയിട്ടുള്ളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അങ്ങനെയുള്ള പല കളറും നമുക്കിതൊന്ന് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിങ്ക് ഷെയ്ഡ് കൂടിയത്, വൈറ്റ് ഷെയ്ഡ് കൂടിയത്, അങ്ങനെയുള്ള കുറേ കളറുകളുണ്ട് കേട്ടോ. അതൊക്കെ നമുക്കിതിൽ ഓരോന്ന് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ അതും കൂടെ നമ്മളൊന്ന് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെതും കൂടെ ഒന്ന് കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, കളർ മാറി മാറി ഓരോന്നും നമ്മൾ എടുക്കുമ്പോൾ ഞാനിതിൽ പിന്നെ ഒറിജിനൽ കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്കിതിൽ വേറെ ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്, ഞാൻ കാണിക്കാം. ഇത് നമുക്ക് തിരിച്ചും മറച്ചും ഒക്കെ കാണിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്കിത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യം വരും കേട്ടോ. പരസ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഞാനൊന്ന് എന്താ പറയുക സ്റ്റോപ്പ് ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ടുള്ളതാണ് കാണിച്ചത് കേട്ടോ. പിന്നെ അതൊന്ന് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം ഞാൻ വേറൊരു രീതിയും കൂടെ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാം. അതിന് ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ സീനറി ആയിരുന്നു എടുത്തത്, ഇപ്പം ഞാനൊരു പിക്ചർ, ഒരു ഫോട്ടോ, മോൻ്റെ ഒരു ഫോട്ടോയാണ് എടുത്തിട്ടുള്ളത്. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സൈസ് എടുക്കണം കേട്ടോ. 9:16 നമ്മൾ ഷോർട്ടിന് എടുക്കുന്നത്. അതെടുത്തതിന് ശേഷം നമുക്കിതിൽ കുറച്ച് സെറ്റിങ്സ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊന്നും ഇതിൽ ഒരു മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ മാസ്ക് എടുത്തതിന് ശേഷം നമ്മൾ അതിൽ വേണ്ട ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ റൗണ്ട് എടുത്തതിന് ശേഷം അതൊന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം. സൈഡിലേക്കൊക്കെ വലിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഓവൽ ഷേപ്പിലൊക്കെ കിട്ടും കേട്ടോ. അത് ഏതൊരു രീതിയിലാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മൾ മാസ്ക് എന്നുള്ളതിൽ റൗണ്ട് അല്ലാതെ ഹേർട്ട് ഷേപ്പ് ഉണ്ട്, അതുപോലെ സ്റ്റാർ ഉണ്ട്, റൗണ്ട് ഉണ്ട്, സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ഉണ്ട്. അങ്ങനെയുള്ള ഓരോ ഷേപ്പ് നമുക്ക് എടുത്ത് നോക്കാൻ പറ്റും. അങ്ങനെ അത് നോക്കിയതിന് ശേഷം ഇത് എവിടെയാണ് വേണ്ടത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും നീക്കി വെക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ നീക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇതിൻ്റെ കളർ കൂട്ടണോ ലൈറ്റ് ആക്കിയിട്ട് എടുക്കണോ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്കത് ചെയ്തെടുക്കാം. ഡാർക്ക് വേണോ ലൈറ്റായിട്ടുള്ള ഷേപ്പ് മതിയോ, അതിന് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. ഇവിടെ നമുക്ക് കളർ കൊടുക്കാൻ പറ്റും. നമ്മൾ ഓരോ കളർ, റെഡ്, യെല്ലോ, ഗ്രീൻ അങ്ങനെ എല്ലാ കളർ വേണമെങ്കിൽ നമുക്ക് ഏതാണ് ഭംഗി നോക്കിയിട്ട് ഇതും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് പ്ലെയിൻ കളർ മാത്രം. ഇനി മിക്സഡ് ആയിട്ടുള്ള കളറാണ് ഇവിടെ താഴത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഓരോ കളറും മിക്സഡ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ. കണ്ടില്ലേ, ലൈറ്റും ഡാർക്കും കൂടിയത് ഓരോ കളർ മിക്സഡ്. പിന്നെ അതിൻ്റെ അടിയിലുണ്ട് കുറേ ഡിസൈനുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡിസൈനുകൾ നമ്മളിവിടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിൻ്റെ താഴെ വേറെയും ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല.
ഇതേ കണ്ടില്ലേ, ഇതിലുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റെഡ് കളർ മാത്രം പ്ലെയിൻ കളറായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എഴുതി കൊടുക്കാം. എഴുതുന്നത് നേരത്തെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ച് തന്നതുകൊണ്ട് ഇതിൽ ഞാനൊരു ഇമോജി ചേർത്ത് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ടെക്സ്റ്റും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമുക്ക് കളർഫുള്ളായിട്ട് ഡാർക്ക് തീമിൽ ലൈറ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ല രീതിയിലുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നമുക്കൊരു രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതിയെടുക്കാം കേട്ടോ. അപ്പോൾ അതും നമ്മൾ പരസ്യം ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്തിട്ട് ഗ്യാലറിയിലേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് നേരെ അപ്ലോഡിങ്ങിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ആ ഡിസൈനിൽ നമ്മൾ കൊടുത്തത് കൊണ്ട് അതവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. എഫക്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ മാറ്റി കൊടുക്കാവുന്നതാണ്. എഫക്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ചെറിയ രീതിയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ സൂം ചെയ്ത് വരുന്ന ഒരു എഫക്റ്റാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതൊന്ന് സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്തെടുക്കാറുള്ളത്. വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്നോട് ചോദിച്ചത് ഈ ഒരു രീതിയിലായതുകൊണ്ട് ഞാനിത് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു 2 എണ്ണമാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഷോർട്ടിൽ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.